ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ ടൈം ടേബിളിൽ നിങ്ങളൊരു ചെറിയ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അതെന്താണ് ആ കാര്യം? സിമ്പിളാണ്. ഈ ടൈം ടേബിൾ സൂക്ഷിച്ച് നോക്കിയ ഒരു കുട്ടിക്ക് ഇത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സംഭവം എന്താണ്? ഈ 4 സബ്ജക്ട്സ് ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി, ഫിസിക്സ് ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലെങ്കിൽ, എല്ലാ സബ്ജക്റ്റും നിങ്ങൾ നേരത്തെ പഠിക്കണം. പക്ഷേ ആ എക്സാമിൻ്റെ തലേ ദിവസം കാണിക്കുന്ന ഒരു സർക്കസ് ഇല്ലേ, അത് ഈ സബ്ജക്ട്സിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എക്സാം മാത്സ് ആണ്. അത് അത്ര കുഴപ്പമില്ല. മാത്സ് ടഫ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾക്ക് വേണം എന്താണ് വ്യാഴാഴ്ച മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ലാംഗ്വേജും കൂടെ വരുന്നുണ്ട്, അത് പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അതിന് മുമ്പ്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. നിങ്ങൾ ആ 2 പരീക്ഷ എഴുതി വൈകുന്നേരം ക്ഷീണിച്ച് വന്നിട്ട് തൊട്ടടുത്ത് പോയി രാവിലെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ എഴുതണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? ചാപ്റ്റേഴ്സ്, പോയം നേരത്തെ പഠിച്ചു വെക്കണ്ടേ. കാരണം ചാപ്റ്ററും പോയവും ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റുകളും ഡിസ്കോഴ്സ് എഴുതാനുള്ള സാധനവും ഗ്രാമറും എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വൈകുന്നേരം കൊണ്ട് തലയിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ പ്രാക്ടിക്കലി സ്പീക്കിംഗ് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിന് മുൻപത്തെ ആഴ്ചയെങ്കിലും ചാപ്റ്റേഴ്സ് ഫുള്ള് വായിക്കുക, പോയം വായിക്കുക. യൂട്യൂബിൽ 1 ഷോട്ട് കിടപ്പുണ്ട്, ബാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കിടപ്പുണ്ട്. എവിടെ നിന്നാണ് ഇരുന്ന് പഠിച്ച് വെക്കുക ഇംഗ്ലീഷ്, അല്ലെ പണി കിട്ടും. ഓക്കെ, റെഡി. ലാംഗ്വേജ് ആണ് അടുത്ത ദിവസം. ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ആ ഒരു വൈകുന്നേരം മുഴുവനും ഉണ്ട്, അടുത്ത ദിവസം രാവിലെ ഉണ്ട്. ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജിന് അത്രയും മതി. ഓക്കെ, ഇനി അത് പോരാന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ നേരത്തെ പഠിക്കണം. ഹിന്ദിയും ബയോളജിയാണ് അടുത്ത പ്രശ്നക്കാർ. കാരണം ഹിന്ദിയും ബയോളജി ലാംഗ്വേജ് ആഫ്റ്റർനൂൺ നിങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് തൊട്ടടുത്ത ദിവസം നിങ്ങൾ 2 പരീക്ഷ എഴുതുന്നത്. അപ്പോൾ എന്തായാലും ആ ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് 2 ഹിന്ദിയും ബയോളജി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പോലും പറ്റില്ല. പഠിക്കുന്ന കാര്യം പറ്റും, റിവൈസ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും നേരത്തെ പഠിക്കണ്ടേ? എന്തായാലും നേരത്തെ പഠിക്കണം. ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഇതേ അവസ്ഥയാണ്. കാരണം നോക്ക്, നിങ്ങളുടെ അവസ്ഥയാണ് ഏറ്റവും +1 +2 കാർക്ക് ഇതിനേക്കാളും എളുപ്പമാണ് ടൈം ടേബിൾ. ഓക്കെ, അവസ്ഥയാണ്. ആഫ്റ്റർനൂൺ വന്നിട്ട് നിങ്ങൾ അടുത്ത ദിവസം രാവിലെ പോയി ഫിസിക്സ് എഴുതണം. അപ്പോൾ വീണ്ടും ഫിസിക്സ് അന്ന് രാത്രി 2 പരീക്ഷ എഴുതിയിട്ടാണ് വരുന്ന ആലോചിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഫിസിക്സ്. പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ടൈം ടേബിളിനെ എന്തോ കുറ്റം പറയും. ടൈം ടേബിൾ ഭയങ്കര നല്ല ടൈം ടേബിൾ ആണോ? അല്ല, ഭയങ്കര നല്ല ടൈം ടേബിൾ ഒന്നുമില്ല. എന്നാൽ ടൈം ടേബിൾ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഈ ടൈം ടേബിൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പരീക്ഷയുടെ ഇട പഠിക്കാൻ വേണ്ടിയിട്ടല്ല പരീക്ഷ വെക്കുന്നത്. നേരത്തെ പഠിച്ചു വെച്ചതാണ് പോയി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഗ്യാപ്പ് തരുന്നേ ഉള്ളൂ. ആ ഗ്യാപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബുദ്ധിപരമായിട്ട് അല്ല ചെയ്തത്, വേറെ കാര്യം. പക്ഷേ നമുക്കിതിൻ്റെ ഇടയിലല്ല പഠിക്കേണ്ടത്. പഠിക്കേണ്ടതൊക്കെ നേരത്തെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ റിവിഷൻ നിങ്ങൾ ഫിസിക്സിലും നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത് വെക്കണം. കാരണം അതിൻ്റെ സമയം ഉണ്ടാവില്ല, അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ അന്ന് രാത്രി. ഫിസിക്സ് നേരത്തെ പഠിക്കണം. നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ ഓവർ പഠിക്കണം. കെമിസ്ട്രിക്കും സോഷ്യലിനും കൂടെ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ വൈകുന്നേരം മുതൽ, ഫ്രൈഡേ വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാറ്റർഡേ സൺഡേ ഒക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ 2 പരീക്ഷ എഴുതാം. അപ്പോൾ അതത്ര വലിയ ബുദ്ധിമുട്ടില്ല. അവസാനത്തെ ആ പ്രക്രിയ പരിപാടികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് അവിടെ തന്നെ വെക്കാം. നേരത്തെ പഠിച്ച് വെക്കണം എന്നില്ല, നിർബന്ധമില്ല. പക്ഷെ പഠിച്ച നല്ല കാര്യം. ഓക്കെ, റെഡി. അപ്പോൾ ഈ രീതിയിൽ ഈ 4 സബ്ജക്ട്സ് നിങ്ങളൊന്ന് നേരത്തെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? എക്സാമിനറുടെ ബാച്ചിൽ അടിപൊളി ക്ലാസ്സസ്, ലൈവായിട്ട് ക്ലാസ്സസ്, അതിനുശേഷം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 10ാം ക്ലാസ്സിൻ്റെ കുറേ പഴയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ട് കുറേ കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് അവരുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം. യൂട്യൂബിൽ എക്സാമിൻ്റെ ടൈമിൽ, എക്സാമിന് മുൻപൊക്കെ നമുക്ക് മാരത്തോൺ റിവിഷൻസും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയായിട്ട് ക്ലാസ്സിന് വേണ്ടി റെഡി ആയിരുന്നോളൂ. നമുക്ക് പൊളിക്കാം. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.